ഹായ്, വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെന്ന മിക്സ് ആയിട്ടാണ്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ബ്യൂട്ടി ടിപ്സും അതുപോലെ തന്നെ ഹെയർ ഫോൾസിനുള്ള കാര്യങ്ങളും അങ്ങനെയൊക്കെ ഇടാൻ. അപ്പോൾ എനിക്ക് അത്രയ്ക്കൊന്നും അറിയില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഓയിലിൻ്റെ വീഡിയോ കഴിഞ്ഞ വീക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക, നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഹെന്ന എങ്ങനെ മിക്സ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പുറമേ നിന്ന് വാങ്ങുന്ന ഹെന്ന പൗഡറാണ്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കുക വെച്ചെങ്കിൽ നല്ലത് തന്നെയാണ്. അതായത് മൈലാഞ്ചിയുടെ ഇല ഉണക്കി പൊടിക്കുക, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നെല്ലിക്ക ഉണ്ടല്ലോ അതും ഉണക്കിയിട്ട് പൊടിച്ച് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ ഹെന്ന മിക്സ് തന്നെയാണ് വാങ്ങാറ് കേട്ടോ. അപ്പോൾ ഹെന്ന മിക്സ് ചെയ്യാനായിട്ട് മെയിനായിട്ട് അയേണിൻ്റെ ഏതെങ്കിലും ഒരു പാത്രം ഉണ്ടെങ്കിൽ അതെടുക്കുക. അതാണ് ശരിക്ക് നമ്മുടെ മുടിക്ക് അയേണിൻ്റെ സത്തൊക്കെ കിട്ടാൻ നല്ലത്. ഏതൊരു പാത്രത്തിൽ മിക്സ് ചെയ്താലും കുഴപ്പമില്ല. എന്നിട്ട് ഒരു ഇരുമ്പിൻ്റെ എന്തെങ്കിലും അംശം അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇരുമ്പിൻ്റെ ആണിയോ അങ്ങനെ എന്തായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉള്ള കാരണം അതിലാണ് എപ്പോഴും മിക്സ് ചെയ്യാറ്. അപ്പോൾ അതിലേക്ക് ഞാൻ 1/4 ഭാഗം പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ഹെന്ന പൗഡർ 1/4 ഭാഗം മാത്രം ചേർത്ത് കൊടുക്കുകയാണ്. ബ്രീത്തിങ്ങിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട്, അതുകൊണ്ട് സൗണ്ട് വ്യത്യാസം വരുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇതിൻ്റെ 1/4 ഭാഗം നമ്മൾ എടുത്തില്ലേ, ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഐറ്റംസാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ തൈര് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ തൈര് മുടി കളറ് കിട്ടണം. മുടിക്ക് ഇപ്പോൾ നരച്ചവർ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് വെച്ചെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ കളറ് പിടിക്കില്ല. ശരിക്കിത് നമ്മളുടെ മുടി നല്ലതായിട്ട് സിൽക്കി ആവാനും സ്മൂത്ത് ആവാനും ഷൈനിയൊക്കെ ആവാൻ വേണ്ടിയിട്ടാണ് തൈര് ചേർത്ത് കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ കളറ് വേണമെന്നുള്ളവർ അത് ചേർത്ത് കൊടുക്കണ്ട. ഇനി നാരങ്ങാനീര് 1 ടീസ്പൂണോളം മതി, അധികം അങ്ങോട്ട് ആക്കണ്ട. ആസിഡാണെന്ന് അറിയാലോ നാരങ്ങ, അതുകൊണ്ട് തന്നെ 1 ടീസ്പൂണോളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് ബീട്രൂട്ട്. നിങ്ങൾക്ക് കളറ് വേണം, നല്ല ഒരു ബർഗണ്ടി കളറൊക്കെയാണ് വേണ്ടത് വെച്ചെങ്കിൽ ഒരു അരമുറി ബീട്രൂട്ട് തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ കളറ് കിട്ടും. നാരങ്ങനീര് താരൻ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ചേർക്കുന്നത് കേട്ടോ. അത് ഞാൻ വിട്ടുപോയി പറയാൻ ക്ഷമിക്കുക. അപ്പോൾ നാരങ്ങനീര് താരന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിൻ്റെ ഒരു നടുഭാഗത്തേക്ക് ചായ വെള്ളം, അതായത് തേയില വെള്ളം ഇല്ലേ, 2 ടേബിൾ സ്പൂൺ തേയില എടുത്തിട്ട് 1 കപ്പ് വെള്ളത്തിൽ നന്നായി വെട്ടിത്തിളപ്പിച്ച് ആറിയതിന് ശേഷം, അത് ചുടുക്കനെ ഒഴിക്കരുത്, ആറിയതിന് ശേഷം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ആ നടുഭാഗത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പതുക്കെ ഒരു തവി വെച്ചിട്ട്, ഇതുപോലുള്ള തവിയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ അലിയിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ പതുക്കെ താഴേന്ന് മുകളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഒറ്റ കറക്കിയിട്ടുണ്ടെങ്കിൽ ഇതാകെ എന്താ പറയുക, കട്ട പിടിക്കും. നമുക്ക് കുറേ നേരം ഇരിക്കേണ്ടി വരും ഇതൊന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പലരുടെയും പ്രശ്നം ഈ ഹെന്ന മിക്സ് ചെയ്യുന്നതാണ്. ഹെന്ന മിക്സ് ചെയ്യാൻ ഭയങ്കര പാടാണ് എന്നാണ് എല്ലാവരും പറയുക. ഇതിപ്പോൾ ഒരു 2-3 മിനിറ്റ് ഉണ്ടെങ്കിൽ സംഭവം ശരിക്കും അങ്ങനെ മിക്സായി കിട്ടും. കയ്യിലങ്ങനെ ആവൂല, കളറ് പിടിക്കുന്നൊക്കെ പറയില്ലേ, കളറേ ആവില്ല. ഇതുപോലെ ഒരു കയ്യിൽ വെച്ചോ തവി വെച്ചിട്ടോ ഇങ്ങനെ ആക്കുകയാണെങ്കിൽ താഴേന്ന് മുകളിലേക്കും മുകളിൽ നിന്ന് താഴേക്കും അങ്ങനെ പതുക്കെ കണ്ട ഇതുപോലെ അങ്ങോട്ട് അലിയിച്ച് എടുക്കുക. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കട്ട കുത്താതെ സുഖമായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. തേയില വെള്ളം ഉണ്ടാക്കുമ്പോൾ നല്ല കറയോട് കൂടി തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ, എന്നാലാണ് കളറ് കിട്ടുള്ളൂ. നമുക്ക് ഈ മൈലാഞ്ചിയുടെ കളറും അതിൻ്റെയും കൂടിയും കളറും കൂടിയിട്ടാണ് തലയിൽ കളറ് പിടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യാൻ മറക്കരുത്. നല്ലതാണ് മുടിക്കായാലും, മുടി കൊഴിച്ചലിന്, താരന്, അതുപോലെ തന്നെ തല തണുക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ എന്താ പറയുക, കുറേശ്ശെ തേയില വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ അലിയിച്ചെടുക്കുകയാണ് നല്ലത്. ഒറ്റയടിക്ക് അങ്ങോട്ട് കമഴ്ത്തരുത്, അപ്പോൾ നന്നായിട്ട് വെള്ളം കൂടും. നമ്മൾ കുറേശ്ശെ മിക്സ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് ഒലിച്ചിറങ്ങില്ല ഹെന്ന. അതൊക്കെ ഒരു പോയിൻ്റായിട്ട് തന്നെ നിങ്ങൾ എടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും പറയുന്നത് ഹെന്ന ഇങ്ങനെ ഒലിച്ചിറങ്ങും നെറ്റിമിക്കൊക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും കേട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത്, എടുത്ത് പറയുന്നത്, റിപ്പീറ്റായി പറയുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ അത്രയ്ക്ക് തന്നെയാണ് കാര്യങ്ങൾ. പിന്നെ നമ്മൾ കഴിഞ്ഞ ഒരു ആഴ്ച നോട്ടിഫിക്കേഷൻ പ്രശ്നത്തിൻ്റെ കാര്യം കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മിക്കവരും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല, ഞങ്ങൾ എങ്ങാനും തപ്പിത്തടഞ്ഞ് കണ്ടിട്ടാണ് ഇങ്ങനെ വീഡിയോസ് ചേച്ചിയുടെ കാണാറെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക നോട്ടിഫിക്കേഷനൊക്കെ ഉണ്ടോയെന്ന്. അപ്പോൾ കണ്ടു നോക്കുക കേട്ടോ. നോട്ടിഫിക്കേഷൻ ഇല്ലെങ്കിലും നമുക്ക് വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മളെ ഹെന്ന മിക്സ് ഇവിടെ കറക്റ്റായിട്ടുണ്ട്. കയ്യിലൊന്നും ആയിട്ടില്ലേ, കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്താൽ കയ്യിലും അവലെ ഒരു പ്രശ്നം അവലെ ഒലിച്ചിറങ്ങൂല്ല, കറക്റ്റ് പാകമാണ്. ഇനി നമുക്കിത് ഒരു ഓവർനൈറ്റ് എടുത്തു വയ്ക്കാം. അപ്പോൾ ഇരുമ്പ് ചീനച്ചട്ടിയും ഇരുമ്പ് പാത്രങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ ഒരു ഇരുമ്പിൻ്റെ കഷ്ണം, എന്തെങ്കിലും ആണിയോ കത്തിയുടെ ചെറിയ കഷ്ണമോ ഇതിലേക്ക് മുക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാവാന്ന്.
അപ്പോൾ അത് ഒരു ഓവർനൈറ്റ് മുഴുവൻ വെക്കാൻ നോക്കുക. അപ്പോൾ അത് കറുത്ത് നല്ല സൈഡൊക്കെ ഇങ്ങനെ നന്നായിട്ട് കറുത്ത് അതിൻ്റെ ഉൾഭാഗം അത് അയണിൻ്റെ കണ്ടൻറ്റ് അതിലേക്ക് എത്തുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ തലയ്ക്കും നല്ലത് തന്നെയാണ്, നമ്മൾ സ്കാൽപ്പിലൊക്കെ പിടിച്ചാലും നല്ലത് തന്നെയാണ്. അപ്പോൾ ഇതിന് ഒരു നൈറ്റ് മൊത്തം വെച്ചിട്ട് പിറ്റേ ദിവസം കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ നമുക്ക് കാലത്ത് കലക്കി വെച്ചിട്ട് വൈകിട്ട് തലയിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ ജലദോഷമൊക്കെ ഉള്ളവർക്ക് അത് ബുദ്ധിമുട്ടാണ്. എന്തായാലും ഇത് തണുപ്പല്ലേ, തണുപ്പടിച്ചിട്ട് നന്നായിട്ട് വയ്യാതാവും. അതുകൊണ്ട് രാത്രി കഴിയുന്നതും ഇത് അപ്ലൈ ചെയ്യാതിരിക്കുക. അപ്പോൾ അതാ പിറ്റേ ദിവസം എടുക്കുമ്പോൾ നല്ല ഡാർക്ക് കളറായിട്ടാണ് കിട്ടുക. ആ ഇരുമ്പ് സത്തൊക്കെ ഇതിൽ മിക്സായിട്ട് നമ്മളിത് കലക്കുമ്പോൾ തന്നെ ഇത് ഇപ്പോൾ ഇനി നമുക്കിത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഡാർക്ക് കളറാണ് ഉണ്ടാവുക. ഇനി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു മുട്ട ഉടച്ചൊഴിക്കുക. എഗ് വൈറ്റും എഗ് യോക്കും ഇതിലേക്ക് ഉടച്ചൊഴിക്കാവുന്നതാണ്. ചിലർ എഗ് വൈറ്റ് മാത്രമാണ് ഉപയോഗിക്കുക, പക്ഷെ നല്ലതാണ് രണ്ടും ഇതിലേക്ക് മിക്സ് ആക്കുന്നത്. അപ്പോൾ ഇത് ഇന്ന് നമ്മൾ തേക്കുന്നില്ല വെച്ചെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെക്കുക, ടൈറ്റായിട്ടുള്ളൊരു ബോക്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുട്ട ഉടച്ചൊഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു രീതി. പിന്നെ കഴിഞ്ഞ വട്ടം നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോൾ പറഞ്ഞു ഈ ഒരു രീതി ഒന്ന് മാറ്റിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ആൾക്കാർ കിട്ടും, ഈ പഠിപ്പിക്കുന്ന പോലെയുള്ള രീതി മാറ്റിയാന്ന് പറഞ്ഞു. മീനാക്ഷിയും മീനും അതുപോലെ തന്നെ രാജേഷും. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ഇത് മാറ്റരുത് എന്നാണ് പറയണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു ക്ലിക്കായ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗോതമ്പിൻ്റെ ഒരു സ്നാക്ക് നന്നായിട്ട് ക്ലിക്കായിട്ടുണ്ടായിരുന്നു. ഒരു 500K ഒക്കെ അടുത്ത് എത്താറായിട്ടുണ്ട്. അപ്പോൾ അതിലൊരു 1000 കമൻറ്റ്, 1000 ലൈനും കൂടുതലുണ്ടാവും. അതിൽ മിക്കത് 800 കമൻറ്റെങ്കിലും ഈ ഒരു രീതി പറഞ്ഞു തരണം, കാരണം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, വീണ്ടും റിപ്പീറ്റ് കാണേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ കുറേ പേര് അത് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി ഇനി മാറ്റണോ വേണ്ടതെന്ന്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല, നല്ലത് തന്നെയാണ്, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ശരി, കമൻറ്റ് ചെയ്തവർക്കും എല്ലാവർക്കും താങ്ക് യു.